അങ്ങിൽ ഞാൻ ശരണപ്പെടുന്നു. എന്റെ അന്തരാത്മാവിലേക്ക് ഒഴുകിയിറങ്ങിയ ദൈവകരുണ. സിസ്റ്റർ ഫൗസ്റ്റീനയുടെ ഡയറി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഉയർപ്പ് തിരുനാളും ദൈവകരുണയുടെ തിരുനാളും ഒക്കെ ആഘോഷിച്ച് നമ്മൾ മുന്നോട്ട് കടന്നു പോകുമ്പോൾ പലരുടെയും മനസ്സിൽ വന്ന ഒരു ചിന്ത ഇതാണ്: ദൈവകരുണയുടെ ഭക്തമാർഗങ്ങൾ, ദൈവകരുണയുടെ തിരുനാൾ ആഘോഷിക്കുക എന്നുള്ളതൊക്കെ വേറിട്ട ഒരു ഭക്തമാർഗമല്ലേ? ഇത് പ്രത്യേക ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്കുള്ള ഒരു ഭക്തമാർഗമല്ലേ? ഈ വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുക. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 1846 ഖണ്ഡികയിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: ദൈവത്തിന് പാപികളോടുള്ള കാരുണ്യം യേശുക്രിസ്തുവിൽ വെളിപ്പെട്ടതാണ് സുവിശേഷം. ദൈവത്തിന് പാപികളോടുള്ള കാരുണ്യം യേശുക്രിസ്തുവിൽ വെളിപ്പെട്ടതാണ് സുവിശേഷം. സുവിശേഷം തന്നെ പൂർണ്ണമായും ദൈവത്തിന്റെ കരുണയാണ്. കാലം ചെയ്ത ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ ഇങ്ങനെ എഴുതി വെച്ചു: ഡിവൈൻ മേഴ്സി ഈസ് നോട്ട് എ സെക്കൻഡറി ഡിവോഷൻ, ബട്ട് ഇറ്റ്സ് ആൻ ഇന്റഗ്രൽ ഡയമെൻഷൻ ഓഫ് ക്രിസ്ത്യൻ ഫെയ്ത്ത് ആൻഡ് പ്രയർ. ദൈവകരുണയുടെ ഭക്തി എന്നുള്ളത് വേറിട്ട ഒരു ഭക്തമാർഗമല്ല. അത് ക്രിസ്തീയ വിശ്വാസത്തിന്റെയും പ്രാർത്ഥനയുടെയും ഒരു അഭിവാജ്യ ഘടകമാണ്, അടിസ്ഥാന ഘടകമാണ്. പാപ്പ ഇങ്ങനെ കൂട്ടിച്ചേർത്തു: മേഴ്സി ഇസ് ദ സെൻട്രൽ ന്യൂക്ലിയസ് ഓഫ് ഗോസ്പൽ മെസ്സേജ്. കരുണ എന്നത് സുവിശേഷത്തിന്റെ തന്നെ കേന്ദ്ര ബിന്ദുവാണ്. സുവിശേഷത്തിന്റെ കേന്ദ്ര ബിന്ദുവായ മർമ്മപ്രധാനമായ ദൈവകരുണയാണ് ദൈവകരുണയുടെ വെളിപ്പെടുത്തലിലൂടെ, ഭക്തമാർഗത്തിലൂടെ നമുക്ക് ലഭ്യമാകുന്നത്. ഈശോ വിശുദ്ധ ഫൗസ്റ്റീനയ്ക്ക് 1931 ഫെബ്രുവരി 22 പോളണ്ടിലെ പോട്സിക് എന്ന സ്ഥലത്തെ മഠത്തിലെ കൊച്ചുമുറിയിൽ പ്രത്യക്ഷപ്പെട്ടു. ഈശോ ഇങ്ങനെ നിർദ്ദേശം നൽകി: നീ കാണുന്നത് പോലെ ഒരു ഛായാചിത്രം വരയ്ക്കണം. ഈശോയെ ഞാനങ്ങയിൽ ശരണപ്പെടുന്നു എന്ന കയ്യൊപ്പോടുകൂടിയ ഈ ഛായാചിത്രം ആദ്യം നിങ്ങളുടെ മഠത്തിലും പിന്നീട് ലോകം മുഴുവനും വണങ്ങപ്പെടണം. ഇവിടെ ധാരാളം കൃപകള് ഈ ചിത്രത്തിലൂടെ ഈശോ വാഗ്ദാനം ചെയ്യുകയാണ്. 48 ഖണ്ഡികയിൽ, വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറി 48 ഖണ്ഡികയിൽ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. ഈശോ വെളിപ്പെടുന്നത് ഇങ്ങനെയാണ്: ഈ ചിത്രം വണങ്ങുന്ന ആത്മാവ് ഒരിക്കലും നശിച്ചു പോവുകയില്ലെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. എങ്ങനെയാണ് ഈ ഛായാചിത്രം ഒരു പ്രാവശ്യം വണങ്ങുന്നതിലൂടെ ആത്മാവ് നശിച്ചു പോവുകയില്ല എന്ന് ഈശോ വാഗ്ദാനം ചെയ്യുന്നത്? നമ്മൾ ഈ ചിത്രത്തിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഈ ചിത്രത്തിൽ നമ്മൾ കാണുന്നത് ധവള വസ്ത്രധാരിയായിട്ട് ഒരു കൈ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ഈശോയാണ്. അത് മറ്റൊന്നുമല്ല സൂചിപ്പിക്കുന്നത്, ഉത്ഥാനം ചെയ്ത ഈശോയാണ്. അതുപോലെ ഈശോയുടെ കയ്യിലെ മുറിപ്പാടുകൾ, ഈശോയുടെ ഹൃദയഭാഗത്തു നിന്ന് ബഹിർഗമിക്കുന്ന ചുവപ്പും മങ്ങിയതുമായിട്ടുള്ള പ്രകാശരശ്മികൾ, അത് ഈശോയുടെ പീഡാസഹനത്തെയും കുരിശുമരണത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ബഹിർഗമിക്കുന്ന പ്രകാശരശ്മി, ചുവപ്പും മങ്ങിയതുമായിട്ടുള്ള പ്രകാശരശ്മികൾ, ഈശോയുടെ മരണശേഷം ലുങ്കിനോസ് എന്ന പടയാളി ഈശോയുടെ തിരുവിലാവിൽ കുന്തം കൊണ്ട് കുത്തുമ്പോൾ ആ പിളർക്കപ്പെട്ട ഹൃദയത്തിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരുരക്തവും തിരുജലവുമാണ്. അത് പുതിയ ഉടമ്പടിയുടെ രക്തമാണ്. അത് വിശുദ്ധ കുർബാന തന്നെയാണ്. നമ്മെ വിലയ്ക്കു വാങ്ങിയ പുതിയ ഉടമ്പടിയുടെ രക്തം. തിരുജലം നമ്മെ പവിത്രീകരിക്കുന്ന, വിശുദ്ധീകരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുംഭസാരത്തിലൂടെയും മാമോദിസയിലൂടെയും നമ്മെ പവിത്രീകരിക്കുന്ന, വിശുദ്ധീകരിക്കുന്ന പരിശുദ്ധാത്മാവിനെയാണ് സൂചിപ്പിക്കുന്നത്. ഈ ചിത്രം നമ്മെ കൊണ്ടുചെന്നെത്തിക്കുന്നത് വിശുദ്ധ കുദാശകളിലേക്കാണ്. അതുപോലെ തന്നെ പെസഹ രഹസ്യങ്ങളുടെ യോഗ്യതയാണ് ഈ ചിത്രത്തിലൂടെ നമുക്ക് ഇത്രമാത്രം കൃപകൾ ലഭിക്കുവാനായിട്ട് നമ്മെ ദൈവം അനുവദിക്കുന്നത്. ഈശോയുടെ പെസഹ രഹസ്യങ്ങളുടെ യോഗ്യതയിലാണ് നമുക്ക് എല്ലാ കൃപകളും ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ
ദൈവകരുണയുടെ ഭക്തമാർഗങ്ങൾ, അവിടുത്തെ ഛായാചിത്രം വണങ്ങുക, ദൈവകരുണയുടെ തിരുനാൾ ആചരിക്കുക, ദൈവകരുണയുടെ ജപമാല പ്രാർത്ഥിക്കുക, ദൈവകരുണയുടെ തിരുമണിക്കൂർ ആചരിക്കുക, ദൈവകരുണയുടെ നൊവേന പ്രാർത്ഥനകൾ ചൊല്ലുക. ഇതിലെല്ലാം അടങ്ങിയിരിക്കുന്നത് അവിടുത്തെ പെസഹ രഹസ്യങ്ങളുടെ യോഗ്യതയാണ്. അതുകൊണ്ട് തന്നെ ഇത് വേറിട്ട ഒരു ഭക്തമാർഗം അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഈ ഭക്തമാർഗം ദൈവകരുണയുടെ വെളിപ്പെടുത്തലിൽ നമ്മൾ അവിടുത്തെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് എല്ലാവർക്കും പരിശ്രമിക്കാം. ഈ ദൈവകരുണയുടെ ഭക്തമാർഗങ്ങളെ എല്ലാവരിലേക്കും എത്തിക്കുവാനായിട്ട്, പ്രചരിപ്പിക്കുവാനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. ഈശോ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈശോയെ ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയേ, അങ്ങിൽ ഞാൻ ശരണപ്പെടുന്നു.